വിവാഹത്തിന് 2 പേർ മാത്രം പോരാ, അതിന് ദൈവം കൂടെ ഉണ്ടാകണം. ഒരു ത്രികോണം പോലെ ദൈവം മുകളിലും ദമ്പതികൾ താഴെയും നിൽക്കുമ്പോൾ അവർ ദൈവത്തോട് അടുക്കും തോറും പരസ്പരവും അടുക്കുന്നു. പലരും കരുതുന്നത് വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ത്രികക്ഷി ഉടമ്പടിയാണ്. സ്ത്രീയും പുരുഷനും ദൈവവും തമ്മിലുള്ള കൂട്ടുകെട്ട്. ദൈവം മുകളിൽ കേന്ദ്രമായിരിക്കുന്ന ആ കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല. ദൈവവചനം ഇപ്രകാരം പറയുന്നു, 30 ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ബൈബിളിലെ അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. പുതിയ നിയമത്തിൽ നാം കാണുന്ന ഈ ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തു, ഒരുമിച്ച് സുവിശേഷം അറിയിച്ചു, തങ്ങളുടെ ഭവനത്തെ സഭയ്ക്കായി തുറന്നു കൊടുത്തു. അവർ ദൈവത്തോട് എത്രത്തോളം അടുത്തോ അത്രത്തോളം അവർ പരസ്പരം ആഴത്തിൽ അടുത്തു. അതുകൊണ്ടാണ് പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മാതൃകാപരമായ ഒരു ദാമ്പത്യം നയിക്കുവാൻ അവർക്ക് സാധിച്ചത്. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അകലം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവർ 2 പേരും ഒരുപോലെ ദൈവത്തിലേക്ക് അടുക്കുക എന്നതാണ്. ദൈവം തുന്നിച്ചേർത്ത ബന്ധങ്ങളെ വേർപെടുത്തുവാൻ ലോകത്തിലെ ഒരു കൊടുങ്കാറ്റിനും കഴിയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സന്തോഷക്കുറവുണ്ടെങ്കിൽ അതിന് കാരണം പരസ്പരമുള്ള അകൽച്ച മാത്രമല്ല, ദൈവവുമായുള്ള അകൽച്ച കൂടെയാകാം. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കുക. പങ്കാളിയോട് പിണക്കമോ അകൽച്ചയോ തോന്നുമ്പോൾ ത്രികോണത്തിൻ്റെ മുകളിലുള്ള ദൈവത്തിലേക്ക് നോക്കുക. 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കാനും സമയം കണ്ടെത്തുക. നിങ്ങൾ ദൈവത്തോട് അടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം താനേ ഇല്ലാതെയാകും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹത്താൽ നിറയ്ക്കട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കും.